നീ ജീവിതത്തിൽ ഇന്നേ വരെ കാട്ടുമൃഗത്തിനെ വല്ലതും കണ്ടിട്ടുണ്ടോ? ചത്തതിനെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച പള്ളിയിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട് കാഴ്ചബംഗ്ലാവിലേക്ക്. നീയും പോരെ? കാണിച്ചാടാ കട്ടിലെഴുതിക്കോ. എന്തൊരു അപമാനം. പാപ്പത്തിന് ഇരുത്തിയും കൊല്ലുക. എടാ പാപ്പച്ച, ഈ ജെയിംസ് ഒരു ദിവസം പള്ളിമുറ്റത്ത് വെച്ച് പറയുക, നീ ഒന്നൊരു മരമാക്കരെയും കണ്ടിട്ടില്ലെന്ന്. ഈ പിള്ളേരുടെയൊക്കെ ഇഞ്ചോടി ഉണ്ടല്ലോ ഈ ചെവറിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൽ ആനയും പോത്തനെയും കടുവേനും ഒക്കെ ഏർഗൻ വെച്ച് വെടിയാന്ന്. ഞാൻ വിശ്വസിച്ചില്ല. കുറെ നേരമായാലോ നീ കൂടി എനിക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. പാപ്പച്ച 4 വയസ്സായപ്പോ ചോന്നിട്ടുണ്ട്. നീ പറഞ്ഞ ഏർഗണല്ല, ഇരട്ടക്കൊഴല്. തീറ്റിക്കും നിന്നേക്ക് എന്റെ ഈ കൈ കൊണ്ട് വീഴ്ത്തിയത്. ഇറങ്ങിപ്പോയ നാറിയിടും പറഞ്ഞേക്ക്. തിന്നാൻ ചങ്കൂറ്റുള്ളവർക്ക് അന്ന് വരാം. ഞാൻ വരും. പക്ഷെ എല്ലാ കഴിഞ്ഞ ആഴ്ച നമ്മുടെ റേഷൻ കടയിൽ വെച്ച് ഇതുപോലെ തന്നെ ഒരു വെല്ലുവിളി നടത്തിയായിരുന്നോ? 1 അല്ല 2 പ്രാവശ്യം. എടാ നീയും കാത്തിരുന്നോ ഞാൻ വെടിവെച്ച് തിന്നാൻ? ഇത് തന്നെ പാപ്പച്ച വായനശാലയിലും പറഞ്ഞത്. താനും പാപ്പച്ച ചായ ദേ അവന്റെ അണ്ണാക്കിലേക്ക് ഒഴിക്കും. ഇവനൊക്കെ എന്റെ അളിയ നാട്ടുകാർ വല്ലതും പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെയൊക്കെ തകരാവോ? കാം അളിയ കാം. പിന്നെ ആ പാമ്പുടുത്തം അളിയന് കുറച്ച് നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. ബിൽക്കുൽ. അല്ലെങ്കിലും അപ്പനുള്ളപ്പോൾ അളിയന്റെ മാസം ഒന്നും ഏക്കുകയല്ല. അല്ലളിയ ഇത്രയും കാലം യുവമാരോട് നടന്നിട്ട് അളിയും പഠിച്ചോ ഹിന്ദി? ആയി ശരി. അപ്പം ഞാൻ ഹിന്ദി പഠിക്കാത്തതാണോ പ്രശ്നം, അതോ നാട്ടുകാർ അളിയനിട്ട് പണിയുന്നതാണോ പ്രശ്നം? മൊത്തത്തെ പ്രശ്നമാണ്. ആ അതാ ഞാൻ പറഞ്ഞത്. അളിയൻ ഈ നാട്ടിലെ വെടിവെപ്പൊക്കെ നിർത്തിയിട്ട് കാട്ടിലോട്ട് കയറാം. വെടിവെക്കാൻ കാടാ ബെസ്റ്റ്. ദേ ഇന്ന് വരെ സ്ത്രീധനത്തിൻ്റെ പേരും പറഞ്ഞ് അളിയനെയോ അപ്പനെയോ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ഒരു മ്ലാവിൻ്റെ കൊമ്പ്. അളിയൻ വിചാരിച്ചാൽ നടക്കും. ഇത്തിരി ഉണക്കാനും പിന്നെ തലച്ചോറ് കുരുമുളകും തേങ്ങാക്കൊത്തിട്ട് വരട്ടാനും നല്ല രുചിയാ. കഴിച്ചിട്ടില്ല. നീ എന്താടാ കൊച്ചിന്റെ ആദൂർബാനം പറയാൻ വന്നതാ, അതാ ഇങ്ങനൊരു ദണ്ണം പറയാൻ വന്നതാ? എന്തോന്ന് തണ്ണു, ഞാൻ പോവാ. പിന്നെ പിള്ളേരെയും കൊണ്ട് നേരത്തെ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട, തലേദിവസം വന്നാൽ മതി. അതേടെന്നറി, ഞാൻ വരുന്നില്ല. എനിക്കെന്റെ കുടുംബത്തോട്ട് വരാമല്ലോ. ദാ ഇരിക്കുന്നാണ്ടാ കൊച്ചിനുള്ള സമ്മാനവാ. 6 അടുത്ത് നിങ്ങാണ്ട് 350 രൂപയ്ക്ക് വാങ്ങിച്ചതാ. ആക്രിയ വർക്കിംഗ് കണ്ടീഷനാ. മനസ്സിലായി? നിനക്കത് തന്നെ വേണം. നിന്റെ കെട്ടിയോ? നിനക്കും അത് തന്നെ വേണം. ഇത് കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച പുതിയ കൊടവാ, അതും ചവിട്ടി ചാക്കി കയറ്റിയാ. ഏത് ഇതോ? ആ നിന്നെ ആരാണ്ട് സെക്കൻഡ്സ് ഒന്ന് പറ്റിച്ചതാ. പോടുന്നു. എന്ത് കണ്ടാലും ചവിട്ടി ചാക്കി കയറ്റും. അത് പണ്ടേ ഉള്ളൊരു ശീലമാ. പറ്റാത്ത ഇവിടെ മാത്രമേ ഉള്ളൂ. ഞാൻ ഇറങ്ങും. അളിയാ ആ മറ്റേ കൊമ്പിന്റെ കാര്യം. അതെ പാപ്പച്ച, ഇത് വല്ലതും നടക്കുവോ? അതോ അവറാച്ചന്റെ കിങ്ങിണി പൂച്ച ചത്ത പോലെ ആകുവോ? എന്നാ ഓ ഈ വട്ടത്തിൽ വീഴുവോ പാപ്പച്ച? അരിക്കൊമ്പം വരെ വീഴും. വീണാ മതി, വലുതാക്കി അങ്ങ് ഇറക്ക്. ഈ നീളം മതിയോ? ഭയ്യാ പാതിരിക്കുന്നർ. നീയായിരുന്നോ? ഞാൻ കരുതി വല്ല ബംഗാളി ആയിരിക്കുന്നു. ഞാനും അങ്ങനെ കരുതി. ഓ ജിതേന്ദ്ര, ഇതൊക്കെ നമുക്ക് അടിച്ചു മാറ്റിയേ. ഇനി നീ അടിച്ചോ. നമ്മുടെ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൊതുവെ ഉള്ള ആ ഒരു ഉളത്തരുണ്ടല്ലോ, ദോഷം പറയരുതല്ലോ, അത് നിനക്ക് ഇത്തിരി കൂടുതലാ കേട്ടോ. എടാ നിന്റെ ഈ ബടായി പറച്ചിൽ തന്നെ ഉണ്ടാക്കിയ തന്തയുടെ പേര് ചീത്തേക്കാൻ വേണ്ടി നാട്ടുകാരുടെ പറമ്പിൽ മുഴുവൻ കൊണ്ടും കുഴിയും കുടുക്കും വെച്ച് നടക്കും. നമ്മൾ ഈ നായാട്ട് കുടുംബം വേണ്ട വേണ്ട വേണ്ട, നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ അത് എന്നോട് വേണ്ട. നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. എടാ നീ എന്റെ സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നതേ എനിക്കിപ്പോ ഒരു നാണക്കേടായിരിക്കുക. അച്ഛന്റെ മറ്റൊരു കുഞ്ഞാളുണ്ടല്ലോ, ആര്? മറ്റേ മാനിയൻ പോലീസുകാരൻ. അവൻ എന്നെ 3ാം ക്ലാസ് തൊട്ട് പണിയാൻ തുടങ്ങിയതാ. ഓ നീ അത്ര മോശമല്ല. എടാ അവന്റെ ആ ചന്തിയും എപ്പോഴും കിടക്കേണ്ട അടിയുടെ പാട് നിന്നെ അതിനകത്ത് പോക്കൃത്തരത്തിന്റെ. ആരാണത് എഴുതിയത്? സത്യം പറഞ്ഞ ശിക്ഷ കുറയും ഇല്ലേ? ഈ ജെയിംസ് കുട്ടിയാ? നേരാണോടാ? ഞാൻ കണ്ടതാ, എന്റെ അമ്മയാണ് സത്യം. ഹലോ ഹലോ മാങ്കുഴിയച്ചനാണോ? ഇത് ഞാനാ. എന്താ കാട്ടാറ് വിളിച്ചോ? എന്താ വിശേഷിച്ച്?
നമ്മുടെ ആ ലില്ലിക്കുട്ടിയുടെ ബ്രദർ തന്നെയല്ലേ ഇപ്പൊ അവിടുത്തെ AC? അല്ല അച്ഛോ, ഒരു ചെറിയ തോക്കിന്റെ കേസാണ് സർ. അല്ല അച്ഛോ, അതെന്താ അച്ഛനിപ്പോ ഇടവക്കാരുമായി തോക്കൊണ്ടൊരു കളി? അത് എൻ്റെ ഒരു വേണ്ടപ്പെട്ട കുഞ്ഞാടിന്റെ. അതൊന്ന് കൈകാര്യം ചെയ്യണം അച്ഛോ. ആ, ഞാൻ ശ്രമിക്കാം. ശരി. അച്ഛോ, അച്ഛനാണച്ചോ, അച്ഛൻ. വേണ്ട വേണ്ട വേണ്ട, അച്ഛൻ എന്നാ മാറിയോട്ടെ. ഡാടാ, നല്ല ഉടുമ്പിന് കിട്ടുകയാണെങ്കിൽ ഒന്നിന് തന്നേക്കണേ. പൊന്നുടുപ്പ് മതി, പൊന്നുടുപ്പ്. എടാ, ഈ വല്ലാത്ത കിതപ്പ് ഒന്നിനും പറ്റുന്നില്ലടാ. പൊന്നുടുപ്പിന്റെ നാക്ക് വിഴുങ്ങിയിട്ട് പള്ളിമേടയ്ക്ക് ചുറ്റും 4 റൗണ്ട് ഓടിയാലുണ്ടല്ലോ, പിറ്റേ ദിവസം കുർബാനയ്ക്ക് ഒരു ഇതാണത്. പണ്ടൊരിക്കേ ഞാൻ സെമിനാറിലായിരുന്നപ്പോ ഒരു 5-5.5 കിലോ വരുന്ന ഒരു ഉടുമ്പിന് കിട്ടി. പക്ഷെ ഈ നോമ്പ് കാലം ആയിരുന്നോണ്ട് കളയേ. ആര് കളയുന്നു? എടാ, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തിന്നണ്ടോ തോന്നുന്നു. വെറുതെ എന്തിനാ അവരും കൂടി പാപികളാക്കുന്നത്? അതെ അതെ അതെ, ഞാനൊന്ന് മാറിക്കട്ടെ അച്ഛൻ. ശരി അതെ. നന്നായിട്ട് പഠിച്ച് മിടുക്കനായിട്ട് വലിയ ആളാവണം കേട്ടോ. വലിയ ലോട്ടറി കച്ചവടക്കാരനാവണം. എനിക്ക് ഡോക്ടറായാൽ മതി. എടാ, ഞാൻ കളക്ടർ ആവാൻ നടന്ന ആളാ, എന്നിട്ട് ഈ ലോട്ടറി വിട്ടുകൊണ്ട് നടത്താൻ. ഡോർ നടച്ചേക്കണേ. അല്ല ജെയിംസ് സാറേ, ഇന്നത്തെ ബൈക്ക് എടുത്തില്ലേ? ബൈക്ക് എടുത്താ പിന്നെ ഇവത്തെ കാരണം കാര്യമുണ്ട്. വല്ല കാര്യം. നീ ഇരുന്നേ. ഓ മാനെ കണ്ടല്ലേ, ചുമ്മാ ബഹളം ഉണ്ടാക്കണടാ. ഹലോ, ഈ വഴി ആദ്യമായിട്ടാണോ? അതെ അതെ അതെ. ആ, കാഴ്ചമംഗലാവിലൊന്നും പോയിട്ടില്ലയോ? ഓ, ഒരു എക്സൈറ്റ്മെന്റ് പറഞ്ഞപ്പോ കുറച്ച് ഒച്ച കൂടി പോയതാ ചേട്ടാ. കാണ്ടാമൃഗത്തെ വേണേ കണ്ടോ? അങ്ങോട്ട് നോക്കിയാ മതി, ദേ അവിടെ ഇടയ്ക്ക് വരാറുണ്ട്. എന്താ പറ്റിയ മേഡം? എന്തോ പറ്റിയിട്ടുണ്ട്. സ്ഥിരം പരിപാടി തന്നെ. വർക്ക്ഷോപ്പിൽ ആള് വരേണ്ടി വരും. ഓ, ഈ പാട്ടൊക്കെ തൂക്കി വിറ്റിരുന്ന പണ്ട KSRTC ലാഭത്തിലായെന്ന്. സേവറേ, ഒന്ന് ചോദിച്ചു നോക്കി, ചിലപ്പോ ആക്രി വിലക്ക് വല്ലതും കിട്ടുമായിരിക്കും. അത് ഞാൻ ചോദിച്ചോളാം. അല്ല ജെയിംസ് സാറേ, നമ്മുടെ പാപ്പച്ചനളിയന്റെ കൊച്ചിന്റെ ആദ്യ കുർബാനയ്ക്ക് സാറിനെ വിളിച്ചില്ലല്ലേ? അതിനെന്തിനാ എന്നെ വിളിക്കുന്നത്? ഞാനെന്താ അവൻ്റെ അമ്മാവനോനോ? ആക്രത്തണ്ടി ആക്കാൻ വന്നേക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? തൃപ്തിയായില്ലയോ? അളിയന്റെ മെയിൻ ശത്രു അല്ലേ? ഞാൻ കാണുമ്പോ ഈ പാപ്പച്ചനും ഇങ്ങനെ നമ്മൾ ഉടക്കാം. എന്നാ കാരണം ആർക്കറിയാം? അതെനിക്കും അറിയത്തില്ല. പക്ഷെ അളിയന്റെ ശത്രു എന്റെ ശത്രുവാ. അതെ, ആ ചിരട്ടപ്പാല് പകുതിയും പച്ചയാണല്ലോ. ലാലപ്പനോട് ഞാൻ പറഞ്ഞോളാം, ബെന്നി വില കിട്ടോ, എന്നിട്ടുള്ള ചില്ലറിങ്ങിതാ. ഞാൻ പോട്ടെ. എന്നാ ലാലപ്പനോടൊപ്പം തൂക്കിക്കോ. അതന്നെ ബെന്നി, ഇത് റബ്ബറല്ലേ അതോ കരിങ്കല്ലാണോ? ഉള്ള പറയാലോ മധു, നീ ആവണ്ട എനിക്ക് സംശയമുണ്ട്. എന്നാ നീ ഉണ്ടാക്കണ്ടടാ, ഞാൻ വിട്ടോളാം. അങ്ങനെ കരിമാടിക്കിട്ട് ഉണ്ടാക്കിട്ടെ ഒരു വരുത്തനോട് വാഴൂലാട്ടാ. അതെ, അതിൽ പകുതി ഇവിടുത്തെ കാണിച്ചേരടാ. ആനുകൊണ്ടിൽ ഷീറ്റ് വെച്ചിട്ട് മുതലാളി കളിക്കും. അടുത്ത് എന്താടോ ചെയ്യാ? അല്ല സാറേ, എല്ലാം കൂടിയും വിറക് വെട്ടാനെന്ന് പറഞ്ഞ് കത്തിയും കൊടാനും കൊണ്ട് കേറിക്കോളും കാട്ടിലേക്ക്. വിറകെടുക്കാൻ പിന്നെ കാട്ടിലല്ലാതെ ലുലു മാള് പോകാൻ പറ്റൂ? എല്ലാം ചുള്ളിന്ന് പറഞ്ഞ് പെട്ടെന്ന് പച്ച വിറകളാണേ. എന്നാ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഗ്യാസ് കണക്ഷൻ എടുത്താ? അയ്യോ, കൊച്ചമ്മ ഗ്യാസാ കത്തിക്കോ? അതെന്താ, ഞങ്ങള് ഗ്യാസ് കത്തിച്ച കത്തില്ലേ? പൊട്ടിത്തെറിച്ച് ചാവാണ്ടിരുന്നാ മതി. ഓ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മുടെ ഗ്യാസ് തീർന്നു. അടുക്കളയിൽ ആരാളുള്ളത്? അടുക്കളയില് സുധീറേ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. താനാണോ സുധീർ? ഒരാളെ പോലെ 7 പേരുണ്ട്. അറ്റസ്റ്റേഷൻ വല്ലതുമാണെങ്കിൽ ഇവിടെ നടക്കില്ല. അയ്യോ സാറേ, ഞങ്ങൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വന്നാ. ഇവിടെയോ? ആ, ഇവിടെ ഉള്ളവർക്ക് തന്നെ പണിയില്ലാതിരിക്കാനുള്ള മക്കളെ. സാറേ, അടുപ്പത്തേക്കൊന്ന് നോക്കിയേക്കണേ. ആ, വന്ന ഉടനെ പണിയായല്ലോ. അടുക്കളയിലേക്ക് കയറിക്കോ. മുരിങ്ങയിലെ ചക്കക്കുരുട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ നോക്കി അധികം കുറുകാതെ ഇറക്കി വെച്ചോ. സാർ യൂണിഫോം? ഏയ്, അടുക്കള യൂണിഫോമിന്റെ കാര്യം. ഹലോ സാറേ, ഇവിടെ ഈ അക്കരപ്പറമ്പ് രഘുവിന്റെ വീടിന്റെ പുറയിലേ ആന ഇറങ്ങിയിട്ടുണ്ട്. അക്കരയിൽ ആന ഇറങ്ങിയിട്ടുണ്ട്. ആനയാണോ വിളിച്ചത്? അല്ല, പ്രസിഡന്റ്. ഹലോ ഹലോ ഹലോ, ഇത്തിരി റേഞ്ചിലെ സ്ഥലത്ത് നിൽക്കണ്ടേ പ്രസിഡന്റ്? എന്റെ പൊന്നു സാറേ, റേഞ്ച് ഉള്ളിടത്തല്ലേ ആന കയറി നിൽക്കുന്നേ. അവിടെ വേറെ ആൾക്കാരാരുല്ലേ? ഇവിടെ ഞാനും ആനയും ഈ തൊഴിലുറപ്പുകാർ പെണ്ണുങ്ങളും അടക്കം 7 പേരുണ്ട് സാറേ. തൊഴിലുറപ്പുകാരുണ്ടല്ലേ? ഓക്കെ ഓക്കെ, ശരി ശരി, ഞാനിപ്പോ വരാം. ഓക്കെ.
ഈ നാട്ടിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ജെയിംസേ തനിക്ക് ചൊറിയാൻ? ഞാൻ പറഞ്ഞതാ സാറേ. സാറേ ആക്ച്വലി ആ, ഇനി എനിക്കിട്ടുണ്ടാക്ക്. ഒന്ന് എടുത്തു കൊടുത്ത് അവസാനിപ്പിക്കണോ? കൊടുക്കാം സാർ. തോക്കും കുന്തവും. നന്നായി സാർ. ആരെങ്കിലും ഇത്തിരി വെള്ളം കൊടുക്കട്ടാ. മത്തച്ചായോ, എത്ര കാലമെന്ന് പറഞ്ഞാൽ ഈ നിയമത്തിൻ്റെ ഒക്കെ പുറകെ നടക്കുന്നേ. ഞാൻ CAയോടൊന്ന് കടുപ്പിച്ചു. ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ ഒരേ നാട്ടുകാരും പള്ളിക്കാരും ഒക്കെ അല്ലയോ. ഏതായാലും സാധനം കിട്ടിയല്ലോ, എന്നാ ഒപ്പിട്ടേച്ച് കൊണ്ടുപോയിക്കും. ഓ, നോക്കാനൊന്നുമില്ല, സാധനം അത് തന്നെ. മത്തച്ചായോ, പഴയ നാടൻ നോക്കാ. ഉദ്ദേശിച്ച പോലെ പൊട്ടണമെന്നൊന്നും ഇല്ല. ഇപ്പൊ പൊട്ടിക്കണമെന്നില്ലേലും ഇപ്പൊ പൊട്ടും. അങ്ങനെ പൊട്ടിക്കേണ്ടി വന്നാല് മാത്രം ചാവുന്ന വരെ മതി. പോട്ടെ. ആയിക്കോട്ടെ. എടാ, CA പറഞ്ഞത് പുറത്തോട്ട് കേട്ടോ. എല്ലാരും കേട്ടു. കരിമുകിൽ നമസ്കാരം മാത്രം ചേട്ടാ. എടി കുഞ്ഞുമോളെ, എടി പൊട്ടിച്ചു. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്ന് പാപ്പച്ച പൊട്ടിക്കൂന്ന്. പാപ്പി പറഞ്ഞതാടി. പാപ്പച്ചൻ പൊടിച്ചാൽ നിങ്ങൾ എന്തിനാ മനുഷ്യൻ ഇങ്ങനെ നടന്ന് തുള്ളുന്നേ? നാളത്തേക്ക് ഗ്യാസിനുള്ള വഴിയായി. എടാ ജയ, 4:30 എഴുന്നേക്കുന്ന ഞാനാ 2 ചാടി എഴുന്നേറ്റ്. മാത്തച്ഛന്റെ അല്ലേ വിത്ത് ഇപ്പൊ വെട്ടി കറിയാക്കി കാണും. പാരമ്പര്യം വിട്ടുകളയോ, ഒറ്റ വടിക്ക് തീർന്നു കാണും. അങ്ങേരെ കുറിച്ച് നാട്ടുകാരെന്ത് പറഞ്ഞാലും എനിക്കറിയായിരുന്നു ചേച്ചി. പുള്ളിക്കാരെ അറിഞ്ഞു പോണത് അറിയണില്ലേ ടോമി? ചേച്ചി കണ്ടില്ല. എന്തിനാ? എടാ, പട്ടി മാതാരിക്കാൻ. ഓ എന്റെ പാപ്പച്ച. ഞാനൊന്ന് പള്ളിയിൽ പോയി തല കാണിച്ചിട്ട് പെട്ടെന്ന് വന്നില്ല. ഹലോ. എടാ ബെന്നി, സാധനം ഒരുക്കിയിട്ടുണ്ട്. ഞാനേ പള്ളിയിലേക്കൊന്ന് പോവാ. അപ്പൊ ഞാൻ സാധനം നമ്മുടെ തങ്കച്ചനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവനോട് പോയേ മധുവിനെ ഒന്ന് കണ്ടോ. വേറെ ആരും കിട്ടിയില്ലേ? എടാ, അത് ശരിയാണ്. അതിപ്പം നമ്മൾ ഇത്രയും സാധനം ഇതിപ്പോ ആർക്കൊക്കെ കൊണ്ടുപോയി വെക്കാനാണ്? നമുക്ക് കടന്ന് വെക്കാൻ പറ്റുമോ? അവനാവുമ്പോ പിന്നെ ആർക്കെങ്കിലും കൊടുത്ത് തീർത്തോളൂ. ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കണ്ട. ശരി. വില കൂടുതലാണ് തങ്കച്ചമ്പായി. ഇവിടെ നെട്ടൂരാൻ്റെ എരുമിറച്ചിക്ക് 350. ഇതിപ്പോ 500 എന്നൊക്കെ പറഞ്ഞ ഒരു കച്ചവടമൊക്കെ അല്ലേ? ഒന്ന് കുറച്ച് പിടിക്ക് അല്ലേ ബെന്നി? കാട്ടുപോത്തിനെ വെടിവെച്ചിട്ട് നിന്റെ തിണ്ണെ കൊണ്ടിട്ട് വന്നിട്ട് ചുമ്മാ പേശി മുഷിപ്പിക്കില്ല എൻ്റെ മധു. ബെന്നിച്ച 10-20 കിലോക്കുള്ള ആളെ ഞാൻ ഉണ്ടാക്കണ്ടേ? ആളാം വീതം ബാർഗൈൻ ചെയ്ത ഇടപാട് തീരും. ഒരു 400 മുറിക്കാം. നടക്കില്ല മധു. തങ്കച്ച വണ്ടി എടുക്കും. ഈ വീത കച്ചവടത്തിലേ നിനക്ക് ഇരട്ടി ലാഭമെന്ന് എനിക്കറിയാം. 500 വിൽക്കാൻ പറ്റുമെന്നേ ഞാനൊന്ന് നോക്കാം. നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കാതെ. തങ്കച്ച വണ്ടി എടുത്തി. ബെന്നിച്ച ഒരു 450 മുറിക്കാം. നീ പോയേ മധു, വണ്ടി എടുക്കും. അതേ ബെന്നി, കാര്യം ശരി. അന്ന് നമ്മൾ 1-2 പറഞ്ഞു മുടക്കി. ഞാനത് അന്നേ വിട്ട്. ബെന്നി അതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ ഏട്ടാ. ഏഴ് തങ്കച്ച വണ്ടി. ഈ വന്നവരൊക്കെ അങ്ങോട്ടുള്ളവരാ. ഹലോ, ഇതെന്നാ പരിപാടി? ഇത് എന്റെ അളിയന്റെ വീട്ടിൽ വലിയ പരിപാടി നടക്കുമ്പോ നിങ്ങൾ ഇവിടുന്ന് കഴിക്കാൻ പോകണം? ഭക്ഷണം ഉണ്ടോ? പിന്നെ അവിടെ ഒന്ന് കഴിച്ചാൽ മതി. സർക്കാരിന്റെ ശമ്പളം ഒന്നും കിട്ടണല്ലോ സാറേ. വന്ന് കേട്ടിട്ട് പോ. വന്നേക്കണേ. ഇവിടുത്തെ ആൾക്കാർ അച്ഛൻ വന്നില്ലേ?
നല്ല സേലായി 15 വീട്ടിലോട്ട് ക്ഷണിച്ചിട്ടുണ്ടേ. എവിടാന്ന് വെച്ചോണ്ട് അച്ഛൻ പോകുന്നത്. അതുകൊണ്ട് പിന്നെ അച്ഛനൊരു കാര്യം അങ്ങ് തീരുമാനിച്ചു. എവിടെയും പോകണ്ടെന്ന് വെച്ചു. അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് ഇറങ്ങി. ഇത് സ്പെഷ്യൽ ഐറ്റം ആണ്. നോക്കി വിളമ്പിയാൽ മതി. ചേച്ചിമാർക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ ഓ എന്നാ കുഞ്ഞു എടി ഞാൻ ചാച്ചന് മരുന്ന് കൊടുക്കാൻ പോവാ. അതേടി നീ ധൈര്യമായിട്ട് കയറി മോള് കഴിച്ചോ? തങ്കച്ചേനോ എന്നാലും എന്റെ പാപ്പച്ച പറഞ്ഞു പറഞ്ഞു നീ പണി ഒപ്പിച്ചല്ലോ. ഇതൊക്കെ എന്ത് അപ്പന്റെ ചങ്കുറപ്പ് എന്റെ രക്തത്തിലുണ്ട്. ചേട്ടായി പള്ളിയിൽ അച്ഛന് കറി കൊണ്ട് കൊടുക്കാൻ മറക്കരുത്. വീഡിയോ പിടിക്കുന്ന ആൾക്കാരല്ലേ? അതെ, ഷൂട്ട് ആൻഡ് ഷോട്ട് വീഡിയോ കലബിലെ മുഞ്ചൻ അലി അക്ബർ. എന്നിട്ടാണ് ആദ്യം കയറിയിരുന്നെങ്കിൽ ഞണ്ണുന്നല്ലേ? നിങ്ങൾക്ക് ഈ ഒന്നും ഷൂട്ട് ചെയ്യൊന്നും വേണ്ടേ? അല്ലേട്ടാ അതൊക്കെ ഓൾഡ് ഫാഷൻ അല്ലേ? എണീക്കടാ, എണീക്കടാ. ഇതേ എന്റെ അളിയന്റെ കൊച്ചിന്റെ പരിപാടി. പോരാത്തതിന് സ്പെഷ്യൽ ഗസ്റ്റായി ഈ സേവിയർ കുരിശുമറ്റം പങ്കെടുക്കുന്ന പരിപാടി. മനസ്സിലായല്ലേ? എന്തോ അല്ല, ഇതൊക്കെ പഴയ പരിപാടി എന്ന് പറഞ്ഞതാ. ആ ഞങ്ങളൊക്കെ കുറച്ച് പഴയ ആൾക്കാർ. പള്ളി പുള്ളി ഇവിടെ ഷൂട്ട് ചെയ്തതാണ്, ഞാൻ പറഞ്ഞേക്കാം. ഓ ശരി. നിന്ന് കിണങ്ങാതെ പോയി ഷൂട്ട് ചെയ്യണം. ഇവനാ ലൈറ്റ്. അല്ല ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചില്ലേ? ആദ്യം നീ പോയി ലൈറ്റ് ഇവിടെ എന്നിട്ട് ലൈറ്റ് ആയിട്ട് ഉണ്ടാക്കിയാൽ മതി. എന്നിട്ടാണ് അമ്മ ആദ്യം തന്നെ കുത്തി കയറ്റണം. ഉമ്മനൊക്കെ ഏത് നാട്ടുകാരാ? ലൈറ്റ് സൗണ്ട് വരാണ്. എന്നെ തട്ടുന്നു. എന്റെ മുന്നേച്ച് സൂക്ഷിച്ചോ, ഞാൻ വരാം. കുറച്ച് നമ്പർ ചോദിക്കും. കൂട് നേരെ പിടി ചേച്ചി. വീട്ടിലെ പിള്ളേർക്കും പ്രായർക്കും കൊടുക്കണ്ടട്ടാ. കവറ് നേരെ പിടിക്കുക. തങ്കമ്മ ചേച്ചി കഴിച്ചായിരുന്നോ? ഇത് ആർക്ക് കെട്ടിക്കൊണ്ടുപോവാ? അച്ചായ കുറച്ചെടുത്തതാ. നിങ്ങളെടുത്ത് വെപ്പായിരുന്നല്ലേ? അല്ലാണ്ട് ഞങ്ങൾക്ക് വെക്കാൻ വന്നില്ലല്ലോ. ഇനി 19 പേര് കഴിക്കാനുണ്ട്. ഇവിടുന്ന് കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ എല്ലാരും ഉണ്ടല്ലോ. അപ്പന്റെ പഴയകാല സുഹൃത്തുക്കളും അമ്മായിമാരും എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നേ. അപ്പനെ അടിസ്ഥാനപരമായി ചില മാറ്റങ്ങൾക്കുള്ള സമയമാണ്. അതുകൊണ്ട് എല്ലാരും ഒന്ന് സഹകരിച്ചേ. ചേച്ചി മതി യാത്ര പറഞ്ഞത്. അമ്മായിപ്പച്ച അങ്ങോട്ടൊന്ന് ഇരുന്നേ. ആ വാരം കാണിച്ചേരെ. എന്ത് പുണ്യം ചെയ്തിട്ടല്ലേ ഇങ്ങനെ ഒരു മോനെ കിട്ടിയത്? പുണ്യം ചെയ്തിട്ടാണല്ലോ അങ്ങേര് വെള്ളം ഇറങ്ങാതെ കിടക്കണേ. പിന്നെ എന്റെ പെണ്ണമ്മയുടെ തപ്പുകാലത്ത് ഏക സ്ഥലം ഇതാ അപ്പച്ചന്റെ കുഞ്ഞുമോള്. കണ്ടോ എങ്ങനെയുണ്ട് ഐഡിയ? കഴിച്ചായിരുന്നോ? തങ്കച്ചോ, ഓ അപ്പച്ചന് സുഖം തന്നെയല്ലേ? പിന്നെ വാ കേറി വാളിയാ. കേറി വാസേവര. സാബു, ഇവിടെ രണ്ടുതരത്തിലുള്ള ഇറച്ചികളുമുണ്ടോ? നിനക്ക് പാപ്പത്തിനായിട്ട് വല്ല വിഷയമുണ്ടോ? ഇല്ല, ഞങ്ങൾ തമ്മിൽ നല്ല സീറ്റിംഗ്. ഞാൻ പോയി. നിനക്ക് കിട്ടൂല. പാപ്പത്തിനെ കളിയാക്കുകയും കുറ്റം പറയണോക്കും വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ടൊരു ഐറ്റം വിളമ്പുണ്ട്. ഞാൻ എപ്പോഴും കുറ്റം പറയും. അതുകൊണ്ട് എനിക്ക് 3 പ്രാവശ്യം കിട്ടി. അങ്ങനെ ഒരു കളിയുണ്ട്. പറയേണ്ടത് ഇത് മതി. പോയെ ചേട്ടാ നോക്കി വിളമ്പണേ. എടാ എന്റെ നീ ഇത് ആർക്കൊക്കെ വിളമ്പുന്നത്? ഇത് തീരാറായല്ലോ. ഇനി ആ വെല്ലു വിളിച്ചവരൊക്കെ വരാൻ കിടക്കുന്നു. അവർക്ക് എന്ത് കൊടുക്കും? അശനെ ആ സേവിയറേയും കൊളവാക്കിയതാ. എടോ വന്നേ. ഇതുപോലെ കായം കുറുകിട്ട് കൂട്ടാൻ പറ്റുമോ? നല്ല രുചിയായിരിക്കും. എടോ ഇതിന്റെ അളവ് കൂട്ടാൻ പറ്റുമോ? അങ്ങനെയും കൂട്ടാൻ പറ്റുമോ? കുഴി മാന്നിട്ട് കുറച്ച് എല്ലാം എടുത്തിട്ട് എല്ലാം കപ്പ വെക്കായിരുന്നു. ഈ നാറുകൾ മാറിയല്ലേ അതും പറ്റുള്ളൂ. വീഡിയോ എടുക്കുന്നൊക്കെ പഴയ പരിപാടിയാണ്. നീയൊക്കെ ന്യൂ ജനറേഷൻ അല്ലേ? ചേട്ടാ അവർക്കത് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? എപ്പോ ഞാൻ നേരത്തെ ബീഫ് കഴിച്ചായിരുന്നു. നല്ല ആഗ്രഹമായിട്ട് ഇപ്പൊ അങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ. കിട്ടണ്ടേ ഇടയ്ക്കേ ഉള്ളൂ. നല്ല ഉഗ്രൻ ടേസ്റ്റാ. എടാ ആരപ്പോ എല്ലാവർക്കും ബീഫ് കൊടുടാ. ഭാര്യ കോഴിക്കോട് വൈകിയല്ലേ വരാന്? തങ്കച്ചനപ്പുറത്തില്ലേ? വെള്ളം കുറവല്ലേ? ഇപ്പൊ കൊണ്ടുവരാം. ഇതിൽ ചോദിച്ചേ കൈ ഞാൻ കൊടുക്കാം. രണ്ടുപേരും സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുക. ഉഗ്രം ബീഫാ. കഴിക്കും. കുഴച്ചങ്ങോട്ട് പിടി. ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് അതുപോലെ അങ്ങോട്ട് കഴിക്കേ. അപ്പനീ കാണിച്ചതേ ഭയങ്കര മോശമായി പോയി. എനിക്കറിയാം. ഈഗോ ശരിക്കും അഭിമാനിക്കുമല്ലേ വേണ്ടത് അല്ലേ? പെരുന്നച്ചന്റെ ഈഗോയാ.
അതെ അവിടെ പോയി പറ അഭിമാനിക്കാൻ ഒരു പെരുന്തച്ഛനും മോനും. ഞാൻ പോട്ടെ മോളെ, അവിടെ ആ പോളി വരുന്നുണ്ട്. ഏത് പോളി? ആ വക്കീലിനെ അറിയോ? അതിന് അമ്മച്ചിക്ക് എന്താ? എന്നാ നീയും കൂടെ പോര്. എന്നെ കൊണ്ടൊന്നും ഇവനാ പോളിയോടുള്ള ദേഷ്യം ഇതുവരെ